ഇടുക്കി ജില്ലയിൽ പീരുമേട് താലൂക്കിൽ ഒരു അതിമനോഹരമായ ഹിൽ സ്റ്റേഷൻ. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 3500 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നാട്. തേയിലത്തോട്ടങ്ങൾക്ക് പേരുകേട്ട നാട്. അതെ, നമ്മുടെ കുട്ടിക്കാനം. ഹെൻറി ബേക്കർ എന്ന മിഷണറിയുടെ കീഴിൽ ബ്രിട്ടീഷുകാരാണ് ഇവിടെ ആദ്യമായി കാപ്പിത്തോട്ടങ്ങൾ ആരംഭിക്കുന്നത്. പിന്നീട് ഇവിടെ ശ്രീ മൂലം തിരുനാൾ മഹാരാജാവിന്റെ കാലത്ത് തേയില കൃഷി ചെയ്തു തുടങ്ങി. ചങ്ങനാശ്ശേരി രാജാക്കന്മാരുടെ കീഴിലായിരുന്ന ഈ സ്ഥലം 1756 തിരുവിതാംകൂർ രാജാവ് തങ്ങളുടെ കീഴിലാക്കി. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ വേനൽ വസതിയായ അമ്മച്ചി കൊട്ടാരം ഇന്നും ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ഇപ്പോൾ ഇതൊരു ചരിത്ര സ്മാരകമായി നിലനിൽക്കുന്നു. 4 കെട്ട് മാതൃകയുള്ള ഈ കൊട്ടാരം ശ്രീ മൂലം തിരുനാൾ മഹാരാജാവാണ് പണി കഴിപ്പിച്ചത്. അമ്മച്ചി കൊട്ടാരം മാത്രമല്ല, ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണി കഴിപ്പിച്ച ഒരു പള്ളിയും ബ്രിട്ടീഷ് സെമിത്തേരിയും ഇന്നും ഒരു ചരിത്ര സ്മാരകമായി ഇവിടെ സ്ഥിതി ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ നിറഞ്ഞ നമ്മുടെ കുട്ടിക്കാനം വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊരു കാര്യം പറയട്ടെ. ഞാനൊരു സ്ഥലം പറയട്ടെ. മറ്റേ ആ ചർച്ചില്ലേ, പോടാ. വീഡിയോ എടുത്തത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവരെന്തിനാ കക്കാന്ന് പറഞ്ഞിരിക്കുന്നത്. ആക്ച്വലി ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട് ഇറങ്ങിയതാണ്. പിന്നെ ഒരു സർപ്രൈസ് അല്ലെങ്കിൽ ഒരു 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 എന്താ പറയുക, എക്സൈറ്റ്മെൻറ്റോട് കൂടി ചോദിക്കുമ്പോൾ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പം ആ ഒരു സംഭവം ചോദിക്കാൻ വന്നതാ. അന്നേരം പറഞ്ഞ എക്സ്പ്രസ് ഇട്ട് കോളാക്കുക. അപ്പം എന്താ ചർച്ചിന്റെ പേരെന്നാ? ചർച്ച് അല്ല, ബ്രിട്ടീഷുകാരുടെ ഒരു കുറച്ച് ബ്രിട്ടീഷ് ചർച്ചല്ല, ബ്രിട്ടീഷുകാരുടെ സെമിത്തേരി. ബ്രിട്ടീഷുകാരുടെ സിമിട്രി ഉള്ള സിമിട്രി അല്ല, ചർച്ച്. കുറെ പേര് കണ്ടിട്ടുണ്ടാവും, കുറെ സിനിമയിലൊക്കെ ഉണ്ട്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഇറങ്ങിയ ഒരു സിനിമയിലുണ്ട്, ഞാൻ കണ്ടായിരുന്നു. ആ സിനിമയ്ക്കകത്തുണ്ട് ഈ ചർച്ച്. ചർച്ചിന്റെ പേര് ഞാൻ പറഞ്ഞു. ചർച്ചിന്റെ പേരെന്നാ? പെന്തക്കോസ്റ്റ് ചർച്ചാണോ അത്? പെന്തക്കോസ്റ്റ് ചർച്ചിന് അത്രയും അങ്ങനത്തെ ഇതുണ്ടോ? അങ്ങനത്തെ സെമിത്തേരി ഉണ്ടോ? ഓ, പള്ളിക്കുന്നല്ലുള്ള എന്താ? കുട്ടിക്കാനത്തിന് മുമ്പുള്ള പള്ളിക്കുന്ന്. ഓക്കെ, ഞങ്ങളിപ്പോൾ കട്ടപ്പന റൂട്ടിലാണ്. ഇവിടെയൊക്കെ ആണെങ്കിൽ ഭയങ്കര കോട, നല്ല മഞ്ഞിറങ്ങി നിൽക്കുന്ന സമയമാണ്. മഞ്ഞ് കാണിക്കുന്നതിന് മുമ്പ് വേറൊരു കാര്യം കാണിച്ചു തരാം. അയ്യോ, കാണിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇത് കിടക്കുന്ന കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കുഞ്ഞിനെ ചിരിച്ചാണിച്ച് ഈ ചെറുതോട്ട് ഉറക്കമൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ ഒരു ക്ഷീണമാണ് ഉള്ളത്. അല്ല, അതിൻ്റെ ക്ഷീണത്തിൽ കിടക്കുക. മഞ്ഞ കോട ഇറങ്ങി കിടക്കുക. നമുക്ക് ഇവിടെ മൊത്തം മഞ്ഞിറങ്ങി നിൽക്കുക. മഞ്ഞിറങ്ങി നിൽക്കുന്നുണ്ട്. മഞ്ഞ് നമുക്ക് ഇങ്ങനെ കണ്ടാൽ മനസ്സിലാവുമല്ലായിരിക്കും. ഇങ്ങനെ കണ്ടാൽ മനസ്സിലാവത്തില്ല. പക്ഷെ ഇനിയിപ്പം നല്ല തണുപ്പുണ്ടാവുമോ? മഞ്ഞിറങ്ങി താഴെ റോഡിൽ ഇറങ്ങി നിൽക്കുക.
ഞങ്ങളിവിടെ പള്ളിയിലെത്തിയേ. ആയിരത്തി 1869 ഹെൻറി ബേക്കർ ജൂനിയർ തന്റെ ബ്രിട്ടീഷ് തൊഴിലാളികൾക്ക് വേണ്ടി പണി കഴിപ്പിച്ചതാണ് ഈ ആരാധനാലയം. ഇതിനോട് ചേർന്നുള്ള സെമിത്തേരി ലോക പ്രശസ്തമാണ്. 34 വിദേശ പൗരന്മാരെ അടക്കം ചെയ്തിട്ടുള്ള ഈ സെമിത്തേരിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. മനുഷ്യ ശ്മശാനത്തിൽ ആദ്യമായി ഒരു മൃഗത്തെ അടക്കം ചെയ്ത ലോകത്തിലെ ആദ്യ സെമിത്തേരി എന്ന് പറയപ്പെടുന്നു. സെമിത്തേരിയുടെ ഒരു വശത്തായി പ്രത്യേകം നിർമ്മിച്ച കല്ലറകളിൽ തോട്ടകൃഷിയുടെ പയനിയറായിരുന്ന ഡാനിയൽ മൺട്രോയെയും തന്റെ വിശ്വസ്തയായ വെളുത്ത പെൺകുതിര ഡൗണിയെയും അടക്കം ചെയ്തിരിക്കുന്നു. ഡാനിയൽ മൺട്രോയുടെ കല്ലറയ്ക്ക് തൊട്ടു സമീപത്താണ് ഡൗണിയുടെ കല്ലറയും സ്ഥിതി ചെയ്യുന്നത്. മുപ്പത്തിനാല് വിദേശികളെ കൂടാതെ പള്ളിയിൽ സേവനമനുഷ്ഠിച്ച റവറൻഡ് ഫാദർ നല്ല തമ്പിയുടെ ശവകുടീരവും ഇവിടെയുണ്ട്. ഏഷ്യയിലെ ഏറ്റവും മികച്ച സെമിത്തേരി എന്ന പദവിയും ഈ സെമിത്തേരിക്ക് തന്നെയാണ്. തിരുവിതാംകൂർ രാജവാഴ്ചയായിരുന്ന അന്നത്തെ കാലത്ത് ദേവാലയം പണിയാനായി റാണി സേതുലക്ഷ്മി ഭായ് 15 ഏക്കറോളം ഭൂമി മിഷണറിക്ക് വിട്ടു നൽകി. അഴുത സെന്റ് ജോർജ് CMS ചർച്ച് എന്നറിയപ്പെട്ടിരുന്ന ഈ പള്ളിയിൽ ആദ്യകാലങ്ങളിൽ ബ്രിട്ടീഷ് ആരാധകർക്ക് മാത്രമേ പ്രവേശനമുണ്ടായിരുന്നുള്ളൂ. മാത്രമല്ല, ഇംഗ്ലീഷിൽ മാത്രം നടത്തിയിരുന്ന കുർബാന കാലക്രമേണ തദ്ദേശീയരുടെ വരവ് കൂടിയതോടെ മലയാളത്തിലും തമിഴിലും നടത്തി തുടങ്ങി. തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ ജനിച്ച ഹെൻറി ബേക്കർ ജൂനിയർ ഇംഗ്ലണ്ടിൽ നിന്നും വൈദിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി 1843 കേരളത്തിൽ തിരിച്ചെത്തി മിഷണറി ആരംഭിച്ചു. ഇടുക്കി, കോട്ടയം ജില്ലകളിലെ ആദിവാസി വികസരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ഉന്നമനത്തിനായി പ്രവർത്തിച്ചതിനാൽ മലകളുടെ അപ്പസ്തോലൻ എന്ന പേരിലും ഇദ്ദേഹം അറിയപ്പെടുന്നു. 35 വർഷത്തിലധികം കേരളത്തിൽ സേവനമനുഷ്ഠിച്ച ഇദ്ദേഹം 1878 ചെന്നൈയിൽ വെച്ച് അന്തരിച്ചു. അങ്ങനെ നമ്മൾ CSI ചർച്ചൊക്കെ കണ്ടു, സെമിത്തേരിയൊക്കെ കണ്ടു. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പം നമ്മൾ പരുന്തുംപാറയ്ക്ക് പോയിക്കൊണ്ടിരിക്കുക. അവിടെ നിന്ന് ഇറങ്ങി എങ്ങോട്ടാ? പരുന്തുംപാറയ്ക്ക് പോയിക്കൊണ്ടിരിക്കുക. നമ്മളെ റൂട്ട് മാപ്പിട്ടാണേ പോകുന്നേ. നമ്മൾ നോക്കുമ്പോ മാപ്പിനകത്ത് മൊത്തം ചുമന്ന കളറ്. ദൈവമേ, അങ്ങ് ചെല്ലാൻ നേരത്ത് മൊത്തം ബ്ലോക്ക് ആണെങ്കിൽ എന്ത് ചെയ്യും? നോക്കെ, പക്ഷെ ബ്ലോക്ക് ഒന്നും ഇല്ല. പക്ഷെ ഇതെന്താ ഇങ്ങനെ കാണിക്കുന്നേ? അറിയത്തില്ല കേട്ടോ. ഗൂഗിൾ മാപ്പിൽ ഇങ്ങനെ റെഡാ കാണിക്കണേ, പക്ഷെ റോഡില് കുഴപ്പമൊന്നും കാണുന്നില്ല. അങ്ങോട്ട് ചെന്നാ എങ്ങനെയാന്ന് അറിയത്തില്ല. പക്ഷെ ഗൂഗിൾ മാപ്പിൽ ഇവിടെ മൊത്തം റെഡാ കാണിക്കുന്നത്. അവിടെ ചെല്ലുന്ന അവിടെ വരെ. ഗൂഗിൾ മാപ്പ് നമ്മൾ പറ്റിച്ചതാണോ അതോ നമ്മൾ അവിടെ ചെല്ലുമ്പോ നമ്മൾ പറ്റിക്കപ്പെടുമോ അറിയത്തില്ല. എന്തായാലും പോയി നോക്കാം. അയ്യായ 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 അയ്യയ്യോ, ചെക്ക് പോസ്റ്റോ? എന്തിനാ ചെക്ക് പോസ്റ്റ്? ഇവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇടുക്കി ജില്ലയിലെ പീരുമേടിനും തേക്കടിക്കും ഇടയിലായി സമുദ്രനിരപ്പിൽ നിന്നും 1200 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇടുക്കിയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് പരുന്തുംപാറ. പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന കൂറ്റൻ മലനിരകൾക്ക് പരുന്തിൻ്റെയോ കഴുകൻ്റെയോ തലയുടെ സമാനമായ ആകൃതി ഉള്ളതിനാലാണ് ഇവിടം പരുന്തുംപാറ എന്ന പേരിൽ ശ്രദ്ധേയമായത്. ശബരിമല തീർത്ഥാടകർക്ക് മകരജ്യോതി തെളിയുന്ന സമയത്ത് അത് കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യൂ പോയിന്റുകളിൽ ഒന്നുകൂടിയാണ് പരുന്തുംപാറ.
അങ്ങനെ നമ്മൾ പരുന്തുംപാറയിൽ നിന്ന് ഇറങ്ങിയേ. 10-15 മിനിറ്റ് നമ്മൾ വന്നിട്ട് 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഫുള്ള് കോട വന്ന് മഞ്ഞ് മൊത്തം വന്നങ്ങ് നിറഞ്ഞ് ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. പെട്ടെന്ന് തന്നെ ചെറിയ ചാറ്റൽ മഴയൊക്കെ പെയ്തത് കാരണം ഞങ്ങൾ പെട്ടെന്ന് വണ്ടി ചാടി കയറി. അങ്ങനെ മഴയാണോ മഞ്ഞ് പെയ്യുന്നതാണോ എന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. മൊത്തം അങ്ങ് മഞ്ഞ് കയറിയിട്ട് ഒന്നും കാണാൻ പറ്റത്തില്ല അവസ്ഥയായിപ്പോയി. അപ്പോൾ അമ്മച്ചി കൊട്ടാരം കാണണമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇറങ്ങിയത്. പക്ഷേ അമ്മച്ചി കൊട്ടാരം കാണാൻ പറ്റത്തില്ല, കാരണം അവിടെ മൊത്തം ക്ലോസ് ചെയ്ത് പോയി, സമയം കഴിഞ്ഞു പോയി. അപ്പോൾ നമുക്ക് അമ്മച്ചി കൊട്ടാരം കഴിഞ്ഞിട്ടുള്ളൊരു സ്ഥലമുണ്ട്, ഒരു ഹിഡൻ പ്ലേസാണ്. നമുക്ക് അവിടം വരെ ഒന്ന് പോവാം. ഈ കാണുന്നതാണ് അമ്മച്ചി കൊട്ടാരത്തിലേക്കുള്ള വഴി. വളരെ മോശം വഴിയാണ്. നോർമൽ വണ്ടിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും. കാട് കയറി കിടക്കുന്ന വഴിയാണ്, കാട്ടുവഴിയാണ്. അപ്പോൾ ഇതാണ് വഴി. ഈ വഴി അങ്ങ് ചെന്ന് കഴിയുമ്പോൾ അമ്മച്ചി കൊട്ടാരം ഇപ്പോൾ ക്ലോസ് ചെയ്ത് പോയി. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്ന പീലിക്കുന്നെന്ന് പറഞ്ഞിട്ടുള്ള വ്യൂ പോയിന്റ്. അപ്പോൾ നമ്മൾ പീലിക്കുന്ന് വ്യൂ പോയിൻ്റൊക്കെ കണ്ട് ഇറങ്ങി കേട്ടോ. നമ്മൾ ഒരുപാട് ലേറ്റായി, 6-6:30 കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വന്ന വഴിയായത് ബൈക്കൊക്കെ ആയിട്ട് വരുന്നവർക്ക് സുഖമായിട്ട് എത്തിപ്പെടാൻ പറ്റും. കാറൊക്കെ ആണെങ്കിൽ കയറിപ്പോരാൻ ഭയങ്കര പാടായിരിക്കും. എന്നാലും നമ്മൾ നമ്മുടെ വണ്ടി കയറ്റിക്കൊണ്ട് പോകുന്നു. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടാണ് കയറിപ്പോരാനായിട്ട്, ഓഫ് റോഡാണ്. പിന്നെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ ഒരുപാട് അട്ടകളുണ്ട്. അതായത് ഈ മറ്റേ ചോര കുടിക്കുന്ന അട്ടകളില്ലേ, കണ്ണട്ട എന്നൊക്കെ പറയും. പിന്നെ അങ്ങനെ എന്തൊക്കെയോ പേര് പറയുന്ന അട്ട, ഇങ്ങനെ പറ്റി പിടിച്ച് ചോര കുടിക്കുക. അവസാനം എന്നെ ഓർമ്മ കടിച്ചു. അതൊരുപാടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. നമ്മളതൊക്കെ കണ്ടിറങ്ങി ഇനി നമ്മൾ